ക്രിസ്മസിന് ഇനി അധികം ദിവസങ്ങളില്ല. ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ചിന്തകളാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുക. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന തീം ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇതാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്ന സുവിശേഷ ഭാഗം. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തില് സക്കറിയ പ്രവാചകദർശി സ്നാപകന്റെ ജനനത്തിന് ശേഷം അദ്ദേഹത്തിന്റെ കെട്ടുകളെല്ലാം അഴിയപ്പെട്ട് സംസാരശേഷി വീണ്ടും കിട്ടിയപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആലപിച്ച കീർത്തനത്തിന്റെ ആദ്യത്തെ വരികളാണ് ഇത്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ദൈവം ഇതുവരെ സന്ദർശിച്ചില്ലേ? ആദ്യമായിട്ടാണോ ദൈവം മനുഷ്യനെ സന്ദർശിക്കുക? ബൈബിള് നമ്മൾ നോക്കിയാല്, ബൈബിളിൽ ആദ്യം മുതലുള്ള സംഭവങ്ങൾ നോക്കിയാല് ദൈവത്തിന്റെ സന്ദർശനമാണ് നമ്മൾ കണ്ടുകൊണ്ട് ദൈവം സന്ദർശിക്കാൻ മനുഷ്യനെ. ആദ്യം ഈ സന്ദർശനത്തിന് ആവശ്യമില്ല. കാരണം ദൈവവും മനുഷ്യനും ഒന്നിച്ച് ജീവിക്കാൻ. നമ്മള് ഇടവകളിലൊക്കെ പോയി പിതാവ് അജപാലന സന്ദർശനത്തിൽ വരും. നമുക്ക് ആരെ സന്ദർശിക്കാനായിട്ട് വരിക? നമ്മൾ കൂടെ അല്ലാത്ത കൂടെ ആയിരിക്കുന്നവരെ സന്ദർശിക്കാൻ വരേണ്ട കാര്യം ഇല്ല. നമ്മുടെ വീട്ടില് ആരെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ 2-3 വർഷം 3 വർഷം കഴിയുമ്പോൾ പറയും ആൾ സന്ദർശിക്കാനായിട്ട് വരുന്നു. കൂടെ ജീവിക്കുന്ന ആൾക്ക് സന്ദർശനത്തിന് ആവശ്യമില്ല. ബൈബിളിന്റെ ആദ്യ സമയങ്ങളിൽ ദൈവ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവ മനുഷ്യനോട് കൂടെ ആയിരുന്നത് കൊണ്ട് സന്ദർശനത്തിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും ആദ്യ മാതാപിതാക്കൾക്ക് ആദത്തിനും ഹവ്വയ്ക്കും ദൈവത്തിന്റെ സന്ദർശനം അനുഭവപ്പെടുന്നു. എല്ലാ ദിവസവും വെയിലാകുന്ന സമയത്ത് തോട്ടത്തിലൂടെ ദൈവം ഉല്ലാസമാനായിട്ട് നടക്കാൻ പോയി. അപ്പൊ ദൈവത്തിന്റെ കാഴ്ച കേൾക്കുമ്പോൾ ആദവും ഹവ്വയും സന്തോഷത്തോട് ദൈവത്തിലേക്ക് ചെല്ലുവാനും സന്തോഷത്തോട് ദൈവത്തിലേക്ക് ചെല്ലും. ആദവും ഹവ്വയും ദൈവം കൂടി നടക്കുക. മനുഷ്യനോട് കൂടെ നടക്കുന്ന ദൈവം, അത് ദൈവത്തോട് കൂടെ നടക്കുക. ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം ദൈവം പതിവ് പോലെ ഉലാക്കാനായിട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോൾ ആദവും ഹവ്വയും ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നതിന് പകരമായിട്ട് അവര് മരത്തിന്റെ മകയത്ത് പോയി ഒളിച്ചിരുന്നു. അപ്പൊ ദൈവം വിളിക്കുകയാണ്, ആദം നീ എവിടെയാണ്? അവൾ പറയാണ്, തോട്ടത്തിൽ നിന്റെ കാലച്ച ഞാൻ കേട്ടു. നിന്റെ കാലച്ച കേട്ടപ്പോൾ നിന്റെ മുമ്പിൽ വരാനായിട്ട് ഞങ്ങൾ ഭയമായതുകൊണ്ട് ഞങ്ങൾ മരത്തിന്റെ മകയത്ത് ഇരിക്കുകയാണ്. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, പാപം ചെയ്തുകൊണ്ടല്ലേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? അപ്പൊ ദൈവത്തിന്റെ സന്ദർശനം ആവശ്യമാക്കി തീർത്തത് പാപമാണ്. അതല്ലാതെ ദൈവത്തിന് സന്ദർശിക്കേണ്ട കാര്യമില്ല. ദൈവം മനുഷ്യനോട് കൂടെയായി. ദൈവം കൂടെയായിരുന്ന ദൈവത്തെ മനുഷ്യൻ പാപം ചെയ്ത് അകറ്റി കഴിഞ്ഞപ്പോൾ ദൈവവും മനുഷ്യൻ തമ്മിൽ വലിയൊരു അകൽച്ച ഉണ്ടാകും. ആ അകൽച്ചയിലും ദൈവം മനുഷ്യനെ കൈവിടുന്നില്ല. ആ അകൽച്ചയിലും ദൈവം മനുഷ്യനെ കൈവിടാതെ വീണ്ടും വീണ്ടും ദൈവം മനുഷ്യനെ തേടി വരികയാണ്. ആദ്യത്തെ മക്കള് കായലും ആബേലും. ദൈവം കായലിനെ വിളിക്കുകയാണ്, കായൽ നീ എന്തിനാണ് ഇങ്ങനെ അസൂയപ്പെടുന്നത്? പശ്ചാത്തലം നമുക്കറിയാം. ആബേൽ കായലും ബലിയർപ്പിച്ചു. 2 പേരും ബലിയർപ്പിച്ചു. ദൈവം ആബേലിന്റെ ബലി സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ കായലിന് ആബേലിനോട് നിരസം. ഉടനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് ദൈവം സന്ദർശിച്ച് ചോദിക്കുകയാണ്, നീ എന്തിനാണ് അസൂയപ്പെടുന്നത്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ദൈവം സന്ദർശിക്കാൻ. പക്ഷെ കായലിന്റെ അസൂയ ഒന്നും തീർന്നില്ല. ആ അസൂയ മഹാപാതകത്തിൽ ചെന്നെത്തുകയാണ്. സഹോദരനെ കൊല്ലുകയും ദൈവം വിടുന്നില്ല. ദൈവം വീണ്ടും കായലിലേക്ക് വരികയാണ്, കായൽ നിന്റെ സഹോദരൻ എവിടെ? ദൈവം സന്ദർശിക്കുകയാണ്. തുടർന്ന് നമ്മൾ ബൈബിളിൽ നോക്കിയാൽ ദൈവം വ്യക്തികളെ സന്ദർശിച്ചുകൊണ്ട് തന്റെ ഇടപെടല് ചരിത്രത്തിൽ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ ഇടപെടല് ദൈവം ചരിത്രത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സന്ദർശിച്ച അവസരങ്ങൾ നമുക്കറിയാം. മനുഷ്യൻ
വേദനിച്ച നിമിഷങ്ങൾ. മനുഷ്യന്റെ വേദനയുടെ നിമിഷങ്ങളെല്ലാം ദൈവം മനുഷ്യനെ തേടി വരികയാണ്. മനുഷ്യൻ അസ്വസ്ഥരാകുന്ന സമയങ്ങളിലൊക്കെയും ദൈവം മനുഷ്യനെ തേടി വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ ദൈവം മനുഷ്യനോട് കൂടി നടന്ന ദൈവത്തെ പിന്നെ നമ്മൾ മനുഷ്യനോട് കൂടി നടക്കുന്നത് കാണുന്നത് അബ്രാഹത്തിന്റെ ജീവിതത്തിൽ. അബ്രാഹത്തിന്റെ ജീവിതത്തില് ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് അബ്രാഹത്തെ സന്ദർശിക്കുന്ന ദൈവം കൊടുത്തിട്ടില്ല, തലക്കെട്ട് തന്നെയാണ് ദൈവം സന്ദർശിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം സന്ദർശിക്കുന്നു. ദൈവം ഇപ്രകാരമാണോ ആദിമാതാക്കളെ സന്ദർശിച്ചത് അതുപോലെ തന്നെ ദൈവം ഇവിടെ സന്ദർശിക്കുക. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ദൈവത്തിന്റെ രൂപം ദൂതന്മാരുടെ 3 ആളുകളായിട്ടാണ് ദൈവം ഇവിടെ അബ്രാഹത്തെ സന്ദർശിക്കുക. അബ്രാഹത്തെ സന്ദർശിച്ചപ്പോൾ അബ്രാഹം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സന്തോഷത്തോടുകൂടി എല്ലാം ഉണ്ടാക്കി സൽക്കരിക്കുക. വളരെ ആതിഥ്യമര്യാദയോടുകൂടിയാണ് അബ്രാഹം ദൈവത്തിന്റെ സന്ദർശനത്തെ സ്വീകരിക്കുക. ഇതിന്റെ ഫലം നമുക്കറിയാം. ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നു. അബ്രാഹത്തിന് വേണ്ടി വാഗ്ദാനം കൊടുക്കുകയാണ്. അടുത്ത വർഷം ഈ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ നിനക്കൊരു പുത്രൻ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ സന്ദർശനം ചരിത്രത്തിലൂടെ കൊടുക്കുകയാണ്. ആ സന്ദർശനം മതിയാക്കി പോകുന്നതിന് മുമ്പ് ദൈവം തന്നോട് തന്നെ വീണ്ടും ഒരു ആലോചന നടത്തിയാണ്. ദൈവം ആദ്യം ഒരു ആലോചന നടത്തി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ത്രിത്വത്തിലുള്ള ഒരു ആലോചന. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഒരാലോചന. രണ്ടാമത്തെ ആലോചന ദൈവം ഇവിടെ നടത്തുകയാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ സ്നേഹിതനായ അബ്രാഹത്തോട് ഞാൻ മറച്ചു വയ്ക്കുന്നത് ശരിയാണ്. ദൈവം ആലോചിക്കുകയാണ്, അത് ശരിയല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്റെ ദാസനായ അബ്രാഹത്തോട് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സൊദോം ഗൊമോറ നഗരങ്ങൾ നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. ദൈവം അബ്രാഹത്തെ സന്ദർശിച്ച അബ്രാഹത്തോടുകൂടിയാണ് ദൈവത്തിന്റെ പദ്ധതികൾ അബ്രാഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. താൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കൊടുക്കുക. ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ അബ്രാഹം ദൈവത്തോട് സംസാരിക്കുക. അബ്രാഹം ചോദിക്കുകയാണ്, ആ നഗരങ്ങളിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ നഗരം നശിപ്പിക്കും. 50 നീതിമാന്മാർ 2 പട്ടണങ്ങൾ എടുത്തിട്ട് പോയി 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കും. ഉടനെ ദൈവം പറയാണ് ഒരിക്കലും ഈ കൂട്ടുകാരൻ്റെ പറയുന്നത് കൂടെ കാണും. ദൈവം അബ്രാഹത്തിനടുക്കൽ പറയുക. അതിനുവേണ്ടി അബ്രാഹം വീണ്ടും കുറച്ചു 45 പേരെ കൊണ്ടുപോയി. അപ്പോൾ ദൈവം പറയാണ് ഞാൻ നശിപ്പിക്കുക ഇല്ല. അവിടെ പറയുക ഞാൻ സംസാരിക്കാനൊക്കെ മുന്നിലല്ലോ 40 പേരെ ഉള്ളെങ്കിലോ 30 പേരെ ഉള്ളെങ്കിലോ 20 പേരെ ഉള്ളെങ്കിലോ 10 പേരെ ഉള്ളെങ്കിലോ ചോദിക്കാൻ ദൈവത്തിന്റെ അടുക്കല് വിലപേശുന്ന അബ്രാഹം എന്തോ സ്വാതന്ത്ര്യത്തോടെയാണ് ദൈവത്തിന് മുമ്പാകെ അബ്രാഹം വ്യാപരിക്കുക. ദൈവത്തിന്റെ സന്ദർശനം വഴി നിന്ന് തുടരുകയാണ്. മോശയിലൂടെ, പ്രവാചകനിലൂടെ, പ്രബോധനങ്ങളിലൂടെ ഒക്കെയും ന്യായാധിപന്മാരിലൂടെ ഒക്കെയും ദൈവത്തിന്റെ സന്ദർശനം ലോകത്തിലെ തുടരുകയാണ് ചെയ്യുക. ഈ സന്ദർശനങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. ദൈവം സന്ദർശിക്കുന്നത് തനിക്ക് ഇഷ്ടമുള്ളവരെയാണ്, തനിക്ക് സ്വീകാര്യരായ വ്യക്തികളെയാണ് ദൈവം സന്ദർശിക്കുക. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ്. ദൈവത്തിന് മുമ്പിൽ നീതിയിൽ പ്രവർത്തിച്ചവനാണ് അബ്രാഹം. മോശ ദൈവം പ്രിയനായ വ്യക്തിയാണ്. പ്രവാചകന്മാർ ദൈവം വിളിച്ച് വേദനിച്ച് നിർത്തിയ വ്യക്തികളാണ്. ഇസ്രായേലിലെ ന്യായാധിപന്മാർ ദൈവത്താൽ അഭിഷക്തരായ വ്യക്തികളാണ്. ഇവരുടെ അടുക്കിലേക്കാണ് ദൈവം തന്റെ സന്ദർശനം നടത്തുക. ഇഷ്ടമുള്ളവരെ സന്ദർശിക്കുന്ന ദൈവം സന്ദർശിക്കുന്നത് കഷ്ടതയുടെ നടുവില്, വേദനയുടെ നടുവിലൊക്കെ ദൈവം സന്ദർശിക്കുന്നുണ്ട്. മോശയിലൂടെ ദൈവം ഇസ്രായേൽ മക്കളെ സന്ദർശിക്കുന്നതിനായി വരുന്ന സന്ദർഭം നമുക്കറിയാം. യോസേഫ് ഫറവോയുടെ കാര്യസ്ഥനായിട്ട് തീർന്നു. അങ്ങനെ ഇസ്രായേൽക്കാരെല്ലാം, യാക്കോബിന്റെ മക്കൾ എല്ലാവരും ഈജിപ്തിലേക്ക് വന്നു. അവർക്കൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഫറവോ കൊടുത്തു. അവരങ്ങനെ അവിടെ നല്ല രീതിയിൽ വളരുകയാണ്, തഴിച്ചു വളരുകയാണ് ഇസ്രായേൽ ജനത. അപ്പോഴ് ജോസഫിനെ അറിയാത്ത, പുറപ്പാടിന്റെ പുസ്തകത്തിന് ആദ്യം അതിനെപ്പറ്റിയുള്ള വിവരണമുണ്ട്. ജോസഫിനെ പറ്റി അറിയാത്ത, നേരിട്ട് അറിയാത്ത ഒരു രാജാവുടെ ഇടയിൽ ഉയർന്നു വന്നു ഒരു ഫറവോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ജനം എണ്ണത്തിൽ പെരുകി വരുന്നു. ഇവർ ശത്രു രാജ്യങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം ഒരു കീഴ്പ്പെടുത്താനിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ
നശിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇസ്രായേലിനെ പീഡിപ്പിച്ചിരിക്കുമ്പോഴാണ് ദൈവം മോശയെ സന്ദർശിക്കുക. കഷ്ടതയുടെ നാളുകളിൽ നമ്മെ മറക്കുന്ന ദൈവമല്ല. കഷ്ടതയുടെ നാളുകളിൽ, വേദനയുടെ നാളുകളിൽ നമ്മളെപ്പറ്റി കരുതലോടുകൂടി നമ്മളെ കടാക്ഷിക്കുവാനായിട്ട്, നമ്മുടെ കാര്യത്തിലേക്ക് ഇടപെടുവാനായിട്ട് കടന്നു വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം കത്തുന്ന മുൾപ്പടർപ്പ് നിന്നുകൊണ്ട് മോശയെ വിളിക്കാൻ, മോശയെ വിളിച്ചു. മോശ പൊത്തിത്തിരിച്ചു, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, അതുകൊണ്ട് കാലിലെ ചെരുപ്പൊക്കെ അടിച്ചു മാറ്റുക. ദൈവത്തിന്റെ ദർശനം കിട്ടിയപ്പോൾ മോശ ശക്തനാവുകയാണ്. ദൈവവും മോശ നമ്മളുടെ സംസാരം ഒത്തിരി ഉണ്ട്. മോശ തന്റെ ബലഹീനതകളെല്ലാം പറയുന്നു. മോശ പറയുന്നുണ്ട്, ഞാൻ ചെന്ന് പറയുക നിന്റെ ജനത്തിന്റെ അടുക്കല് നീ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് ഇതിനൊക്കെ ചെയ്യാൻ പോകുന്നു പറഞ്ഞാൽ അവർ എങ്ങനെ വിശ്വസിക്കും? പറയാണ്, നിന്റെ ഈ വടിയുണ്ടല്ലോ, ആ വടി നീ താഴെ മാറ്റുന്നു, നീ വീണ്ടും അതെടുത്ത് അപ്പൊ അത് കമ്പായിട്ട് അടിയായിട്ട് മാറി. അത്ഭുതങ്ങളോട് ദൈവം സ്ഥിരീകരിച്ചു കൊടുക്കുകയാണ്. മോശ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ദൈവം സ്ഥിരീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ വിജ്ഞാനാണ്, നല്ല സംസാരശേഷി എനിക്കില്ല, അതിനെ അതുപോലെ കൂട്ടുകൊടുക്കുകയാണ്. ദൈവം സ്ഥിരീകരിക്കുകയാണ്. കഷ്ടതയിലായിരുന്ന, അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽക്കാരുടെ രോദനം തലമൊക്കെ എത്തിയതാണ് മോശയുടെ ദൈവം പറയാം. ഇസ്രായേൽ ജനത കഷ്ടതയുടെ നാളുകളിൽ വിലപിക്കുന്നത് അവരുടെ വിലാപസ്വരം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അത് ഞങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കാനായിട്ട് പറ്റുകയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം വരിക. തുടർന്നുള്ള സംഭവങ്ങൾ രസകരമായിട്ടുള്ള സംഭവങ്ങൾ. ഇസ്രായേൽക്കാരെ അവരുടെ നേതാവായിട്ട് മോശയെ വാഴിച്ചു. മോശ ഇസ്രായേൽക്കാർക്ക് എപ്പോഴൊക്കെ ദൈവത്തിന് സ്വരം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ മോശയുടെ അടുക്കൽ വന്ന് പറയും. മോശ മലയിലേക്ക് പോകും, ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്തെ കാണും, ദൈവത്തിന്റെ ദർശനം ഇസ്രായേൽ ജനതയ്ക്ക് കൊണ്ടുകൊണ്ട് കൊടുക്കും. ഇതായിരുന്നു അവരുടെ താളം, ജീവിതത്തിന്റെ താളം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്തൊരു ആഗ്രഹം, മോശയ്ക്കുണ്ടാകുന്ന ദർശനം, മോശയ്ക്ക് കിട്ടുന്ന ദർശനം തങ്ങൾക്കും കിട്ടണം. ഇസ്രായേൽ ആഗ്രഹിച്ചു, മോശയ്ക്ക് മാത്രം കിട്ടിയാൽ പോലെ ഞങ്ങൾക്കും കിട്ടണം. മോശ വന്ന് ഇസ്രായേൽ ജനം മോശയുടെ അടുക്കൽ നിന്ന് പറയുമ്പോൾ മോശ ദൈവത്തിനെ അടുപ്പിച്ചിട്ട് പറയാണ്, നിന്റെ ജനത്തിന് നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവം ആഗ്രഹം നിരസിക്കുകയല്ല ചെയ്യുക. ദൈവം പറയുകയാണ്, ഇന്നും നാളെയും നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ ഞാൻ നിങ്ങൾക്ക് ദർശനം തരാം. 2 നാളുകൾ ശുദ്ധീകരിച്ചാൽ 3-ാം നാൾ ഞാൻ നിങ്ങൾക്ക് ദർശനം തരാം. അത് പറയുന്നത് അടിച്ചു കുളിച്ചു എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത. എന്നിട്ട് അവരെ വിശുദ്ധീകരിച്ചു. അവരെ മോശ വന്ന് പ്രാർത്ഥിച്ചു, അവരുടെ മേലെ ജലം തെളിച്ചുകൊണ്ട് അവരെ വിശുദ്ധീകരിച്ച് സജ്ജമാക്കി ജനത്തുമായിട്ടാണ് സീനായ് മലയുടെ അടിവാരത്തിലേക്ക് മോശ ദൈവത്തിന്റെ ദർശനത്തിന് വേണ്ടി പോവുക. ഇസ്രായേൽ ജനയെ കൂട്ടിക്കൊണ്ട് മോശയ്ക്കുണ്ടായ ദർശനം എല്ലാ ഇസ്രായേൽ മക്കൾക്കും കിട്ടണം. അപ്പോൾ ദൈവത്തിന് അറിയാം, തന്റെ മകനെയും പ്രഭയുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഇസ്രായേൽ മക്കളിൽ ആരും തന്നെ യോഗ്യരല്ല, ശക്തരല്ല. അതുകൊണ്ട് ദൈവം മോശത്തെ പറയാണ്, നീ അവരിൽ നിന്നും ഉയർന്നുക, നീ അവരിൽ നിന്നും മുകളിലേക്ക് കയറുക, നീ എന്റെ അടുക്കലേക്ക് വാ. മറ്റുള്ളവർക്കും ബാക്കി ആർക്കും എന്റെ പ്രഭയിൽ നിൽപ്പാനായിട്ട് പറ്റുകയില്ല, സ്വർഗീയ പ്രഭയിൽ നിൽപ്പാനായിട്ട് സാധിക്കുന്നില്ല. മോശ മുകളിലേക്ക് കയറി, മലമുകളിലേക്ക് കയറി, ദൈവത്തിന്റെ പ്രഭാ വലയത്തിനുള്ളിൽ മോശയായി ജ്വലിച്ചു നിൽക്കുന്ന അഗ്നി. ഇസ്രായേൽ ജനം താഴെ നിൽക്കുകയാണ്. അപ്പൊ അവരെ വിളിച്ചു പറയാണ്, മോശെ നീ മാത്രം ദൈവത്തെ കണ്ടാൽ മതി, ഞങ്ങൾക്ക് ദൈവത്തെ കാണണ്ട. ഞങ്ങൾ ദൈവത്തെ കണ്ടാൽ ഞങ്ങൾ മരിച്ചു വീഴും, ഞങ്ങൾ മരിച്ചു വീഴും. ഇസ്രായേലിന്റെ പറയാണ് മോശയ്ക്ക്, ഞങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റുകയില്ല, നീ കണ്ടാൽ മതി, നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, ദൈവത്തിന്റെ സന്ദേശം നീ ഞങ്ങൾക്ക് നൽകിയാൽ മതി, ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം. ഇസ്രായേൽ ജനം ദൈവത്തെ കണ്ടില്ല. ഇസ്രായേൽ ജനം താഴ്ന്നു. മോശ ദൈവത്തെ കണ്ടു. മോശ ദൈവത്തെ കണ്ടിട്ട് ദൈവികമായ സന്ദേശം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. ഇങ്ങനെ ചരിത്രത്തിൽ, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ, യഹൂദരുടെ ചരിത്രത്തില് ദൈവം വ്യക്തികളിലൂടെ സന്ദർശനം നൽകിക്കൊണ്ട്, വ്യക്തികളെ സന്ദർശിച്ചുകൊണ്ട് തന്റെ നിയോഗങ്ങള് അവരെ അറിയിക്കാൻ തന്റെ ജനത്തെ എപ്രകാരമാണ് നയിക്കുന്നത്. എപ്പോഴൊക്കെ ദൈവത്തിന്റെ ദർശനമില്ലാതെ വന്നു, അപ്പോഴൊക്കെ ഇസ്രായേലിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ നൽകി. കുറെ കാലത്തേക്ക് ദൈവത്തിന്റെ ദർശനമില്ലാതെ പോയ അവസ്ഥകൾ ഇസ്രായേലിന്റെ ജീവിതത്തിലുണ്ടായി. ഏലിയ പ്രവാചകന്റെ സമയത്ത്, ഏലിയായുടെ വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് മക്കൾ എന്റെ തോന്നിവാസം കണ്ടിട്ടുണ്ട്, എന്റെ മക്കളും തോന്നിവാസം. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുകളില്ല, ദൈവത്തിന്റെ ദർശനങ്ങളില്ല, വളരെ ചുരുക്കമായിട്ടുള്ളൂ. 1 സാമൂഹലിന്റെ ആദ്യത്തെ അധ്യായങ്ങൾ പറ്റി പറയുന്നുണ്ട്. 1 സാമൂഹൽ 1-ാം അധ്യായത്തില് ആ ദിവസങ്ങളില്, ആ നാളുകളില്
ദർശനങ്ങളില്ല. അതെല്ലാം വളരെ ചുരുക്കം. കാരണം ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോയിരിക്കുന്നു. പക്ഷെ ദൈവത്തിന് തന്റെ ജനത്തിന് എടുക്കുന്ന മാർഗം നിൽക്കാനായിട്ട് പറ്റുകയില്ല. അതിനാൽ ദൈവം സാമുവേലിനെ വിളിക്കുക. വീണ്ടും ദൈവത്തിന്റെ ദർശനം സാമുവേലിന് നൽകിക്കൊണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക്, ഇസ്രായേലിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടുക. ഇസ്രായേലിന്റെ രാജാവിന് വേണ്ടി മുളവിളി കൂട്ടി. അപ്പോൾ സാവൂളിനെ അവർക്ക് അഭിഷിക്തനായിട്ട് നൽകിയ സാവൂള് ദൈവത്തോട് ഒത്തിരി നിന്ന വ്യക്തിയാണ്. പക്ഷേ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിക്കാതെ മാറിപ്പോയപ്പോൾ സാവൂളിന് ദൈവത്തിന്റെ ദർശനം ഇല്ലാതെ പോയി. ദൈവത്തിന്റെ ദർശനം കിട്ടാതെ വന്നപ്പോൾ സാവൂൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സാവൂൾ ഒരു മന്ത്രവാദിനിയെ കണ്ടുപിടിച്ച് അവൾ പറഞ്ഞു, സാമുവിനെ എന്റെ അടുക്കിലേക്ക് വരുത്തണം. മരിച്ചുപോയ ആളാണ്, മരിച്ചുപോയ പ്രവാചകൻ. അദ്ദേഹത്തെ ചോദിക്കുന്നു, നീ എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തുന്നത്? എന്തിനാണ്? ദൈവം എന്തുകൊണ്ടാണ് നിന്നിൽ നിന്ന് മുഖം വസിച്ചിരിക്കുന്നത്? അതിലൂടെ നീ തിന്മ പ്രവർത്തിച്ചാൽ ദൈവം നിന്നിൽ നിന്നും മുഖം മറയ്ക്കും. ദാവീദ് രാജാവിന്റെ സങ്കീർത്തനം, രണ്ടാമത്തെ സങ്കീർത്തനം പറയുക, നിന്റെ മുഖം എന്നിൽ നിന്നും മറയ്ക്കരുത്, നിന്റെ മുഖം എന്നിൽ നിന്നും മറയ്ക്കരുത്. അപ്പൊ ദൈവത്തിന്റെ ദർശനം ദൈവം കാലാകാലങ്ങളിൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ തന്റെ ജനത്തിന് അനുഭവിക്കുവാനായിട്ട് നൽകി. അതിന്റെ അവസാനത്തിലാണ് സഖറിയ ദീർഘദർശിയുടെ കീർത്തനം ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള പ്രവചനത്തിന് പൂർത്തീകരണം സംഭവിക്കാം. പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥം മലാക്കി പ്രവാചകന്റെ പുസ്തകമാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം പുതിയ നിയമത്തിന്റെ ആരംഭം. പുതിയ നിയമത്തിന്റെ ആരംഭം കുറിക്കുന്നത് സ്നാപയോഗ്യനാലൂടെ, സ്നാപയോഗ്യന ഈശോയ്ക്ക് വഴിയെടുക്കാൻ വന്ന പ്രവാചകൻ. മലാക്കി പ്രവാചകൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രവാചകൻ സ്നാപയോഗ്യനാണ്. ഇവർ തമ്മിൽ 400 വർഷത്തെ ഇടപെടലുണ്ട്. 400 വർഷങ്ങളോടെയാണ് ദൈവത്തിന്റെ സന്ദർശനം പ്രത്യേകമായ വിധത്തിൽ ഇസ്രായേൽക്കാർക്ക് അനുഭവമില്ലാതെ ആയിരുന്ന അവസ്ഥ. ദൈവത്തിന്റെ സന്ദർശനത്തിന് വേണ്ടി ജനം കാത്തിരിക്കുകയാണ്. ജനം എപ്പോഴും കാത്തിരിക്കുകയാണ് ദൈവത്തിന്റെ ദർശനത്തിന് വേണ്ടി. ആ ദർശനം കൊതിച്ചിരിക്കുന്ന ജനത്തിന്റെ അടുക്കിലേക്കാണ് സഖറിയ പ്രവചനത്തിന്റെ പൂർത്തീകരണമായ ഈശോയുടെ വരവ് അറിയിക്കുക. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഈശോയുടെ വരവേൽപ്പിക്കുക. അപ്പൊ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ജനത്തെയാണ് സന്ദർശിക്കുക, വ്യക്തികളെയല്ല സന്ദർശിക്കുക. പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നത് ദൈവം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്ക് ദർശനം കൊടുക്കുന്നതാണെങ്കിൽ ദൈവത്തിന്റെ ദർശനത്തിൽ പറയുന്നതാണ് പെരുവേൽ അനുഭവം, ദൈവത്തിന്റെ മുഖം ദർശിക്കുന്ന അനുഭവം. ആ പെരുവേൽ അനുഭവം ദൈവം പഴയ നിയമത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കാണ് നൽകിയെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം ആ അനുഭവം, പെരുവേൽ അനുഭവം എല്ലാ മനുഷ്യർക്കും നൽകാനായിട്ട്, എല്ലാ മനുഷ്യർക്കും നൽകാനായിട്ട്, ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ദർശനം നൽകുവാനായിട്ട്, എല്ലാവർക്കും ദൈവത്തെ അനുഭവമാക്കുവാനായിട്ട് ദൈവമില്ല മനുഷ്യരുടെ എടുത്ത് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇതേപോലെയുള്ള സന്ദർശനം വ്യത്യസ്തമായിട്ടുള്ള ഒരു സന്ദർശനമാണ് ഇപ്പോൾ നടക്കാനായിട്ട് പോവുക. ഇതേപോലെയുള്ള സന്ദർശനം വ്യക്തികളുടെ ആയിരുന്നു. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സന്ദർശനമാണ്. ദൈവത്തിന്റെ സന്ദർശനം ഇല്ലാതെ പോകുമ്പോഴൊക്കെ ജനത്തിന് അസ്വസ്ഥതയാണ്. വീണ്ടും ആവർത്തിക്കും. ദൈവം ദൈവികമായ വ്യക്തി, ദൈവിക ശക്തിയുള്ള വ്യക്തികൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദർശനം നൽകും. എന്നാൽ ഈശോയിൽ ഉണ്ടാകുന്ന സന്ദർശനം, ഈശോയിലുള്ള സന്ദർശനം അത് എന്നേക്കുമായിട്ടുള്ള ഒരു സന്ദർശനം. ഇനിയും ഒരു സന്ദർശനം ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ല. ഇനിയും ഒരു സന്ദർശനം ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ല. കാരണം ദൈവം തന്റെ ജനത്തെ എന്നേക്കുമായിട്ട് സന്ദർശിച്ചതാണ്. ഈശോ എന്നേക്കുമായിട്ട് സന്ദർശിച്ചത്. ആ സന്ദർശനത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. ആ സന്ദർശനം നമ്മോടുകൂടി ആയിരിക്കുവാനായിട്ട് ദൈവം വന്നത്. അതുകൊണ്ടാണ് ഈ സന്ദർശനത്തിന് സാഹചര്യമില്ലാത്ത, സാധ്യതയില്ലാത്ത, എന്ന് നമ്മോടുകൂടി ആയിരിക്കുന്നവരാണ് നമ്മെ സന്ദർശിച്ച നമ്പുരാൻ. പിന്നെ ഇനി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു സന്ദർശനത്തിന് ആവശ്യമില്ല. കൂടെ ആയിരിക്കുന്ന തമ്പുരാൻ നമുക്ക് അനുഭവമായിട്ട് തീരുമ്പോൾ ദൈവത്തിന്റെ സന്ദർശനം, ഈശോയിലൂടെ ദൈവത്തിന്റെ സന്ദർശനം നമ്മുടെ ജീവിതത്തില് പൂർണ്ണമായിട്ട് എത്തിയിരിക്കുക. ആ സന്ദർശനത്തിന് ഭാഗ്യ പ്രകടനമായിട്ടാണ്, ഭാഗ്യ പ്രതീകമായിട്ടാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഈശോയിൽ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ച് നമ്മളെ വീണ്ടെടുത്ത് ദൈവത്തോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്, കൂടെ ആക്കിയിരിക്കുകയാണ്, ദൈവത്തോട് കൂടി ആക്കിയിരിക്കുകയാണ്. ആ ദൈവത്തോട് കൂടി നമ്മളെ ആക്കിയതിന്റെ വലിയ സാക്ഷ്യമാണ് പരിശുദ്ധ കുർബാന. എന്നും നമ്മളോടൊപ്പമായിരിക്കുവാനായിട്ട് പ്രിയമുള്ളവരെ, ഇതാണ് വേദപുസ്തകത്തിലൂടെ നമ്മൾ കണ്ടുപിടിച്ച നമ്മളെ സന്ദർശിക്കുന്ന ദൈവത്തെ പറ്റി നമ്മൾ കണ്ടെത്തുക. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക്
നമ്മളെ സന്ദർശിക്കുകയാണ്. ദൈവം നമ്മളെ സന്ദർശിക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ചരിത്രത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു സംഭവം, ക്രിസ്തു സംഭവം, ഈശോയുടെ ജനനം. ആ ജനനം ഇത് നമ്മൾ ആവർത്തിക്കുവാനായിട്ട്, പുനരാവിഷ്കരിക്കുവാനായിട്ട് പോകുമ്പോൾ, ആഘോഷിക്കുവാനായിട്ട് പോകുമ്പോൾ അത് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന കുറേ വെല്ലുവിളികളുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ സന്ദർശനം, ദൈവത്തിന്റെ സന്ദർശനം എന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ സന്ദർശനം, ഈശോയുടെ അനുഭവം എനിക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ദൈവം തന്നെ ജനത്തെ സന്ദർശിച്ചതാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായി സന്ദർശിച്ചതാണ്. ഈശോയില് നമ്മുടെ ഓരോരുത്തരെയും വ്യക്തിപരമായി സന്ദർശിച്ചത്. ആ സന്ദർശനത്തിന്റെ അനുഭവം സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ അനുഭവം സ്വന്തമാക്കുവാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ട സമയമാണ് ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഈ ദിവസങ്ങൾ. ദൈവത്തിന്റെ സന്ദർശനം എന്റെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ എന്നെ തന്നെ ഒരുക്കുവാനായിട്ട് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കാലഘട്ടമാണ് ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ഈ കാലം. അതെങ്ങനെയാണ് നമ്മൾ ഒരുങ്ങുക? ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, ഈശോ നമ്മളെ സന്ദർശിക്കാൻ വരുന്ന ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങണമെങ്കിൽ ഒന്ന്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട ജനം ആവണം. വിശുദ്ധീകരിക്കപ്പെട്ട ജനമാവാതെ നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട്, ഈശോയെ കാണുവാനായിട്ട് സാധിക്കില്ല. ഇസ്രായേൽ ജനം മോശയുടെ അടുത്ത് പറഞ്ഞു, നീ കണ്ടാൽ മതി, ഞങ്ങൾക്ക് കാണണ്ട. കാരണം ഞങ്ങൾ കണ്ടാൽ ഞങ്ങൾ മരിച്ചു വീഴും. കാരണം ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഇല്ല. ഈശോയെ കാണുവാനായിട്ടുള്ള യോഗ്യത വിശുദ്ധമായ ജീവിതമാണ്. വിശുദ്ധീകരിക്കപ്പെടാതെ നമുക്ക് ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ ദർശനം കാണുവാൻ സാധിക്കില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ശുദ്ധതയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാൻ, ദൈവത്തിന്റെ സന്ദർശനം അനുഭവിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടണമെങ്കിൽ, നമ്മെ സന്ദർശിക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഒന്ന്, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് മാറണം. ആരാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ? വിശുദ്ധീകരിക്കപ്പെട്ടവർ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ. വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് നമുക്ക് വേറൊരു വാക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇതാണ്: ദൈവ മക്കൾ, ദൈവ പൈതൽ. ദൈവ പൈതലാണ് വിശുദ്ധീകരിക്കപ്പെട്ടവൻ. ആരാണ് ദൈവ പൈതൽ? ആത്മാവിന്റെ നിറവുള്ളവനാണ് ദൈവത്തിന്റെ പൈതൽ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവമക്കൾ. റോമ 8 പറയുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവിന്റെ നിറവ് നമുക്ക് വേണം. വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ സാധിക്കത്തുള്ളൂ, ഈശോയുടെ ദർശനം അനുഭവിക്കുവാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധീകരിക്കപ്പെട്ടവരാരാണ്? ദൈവത്തിന്റെ മക്കളാണ് വിശുദ്ധീകരിക്കപ്പെട്ടവര്. ആരാണ് ദൈവത്തിന്റെ മക്കൾ? ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. ആത്മാവിന്റെ നിറവുള്ളവർക്ക് മാത്രമേ ദൈവാനുഭവത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധമേ, ഗബ്രിയേൽ ദൂതൻ അഭിസംബോധന ചെയ്യുന്ന വാക്കുകൾ: കൃപ നിറഞ്ഞവളെ സ്തുതി. കൃപ, ഗ്രേസ്, കൃപ. കൃപ പരിശുദ്ധാത്മാവാണ്. ചൈതന്യം പരിശുദ്ധാത്മാവിൻ്റെതാണ്. ആത്മാവ് നിറഞ്ഞവളെ സ്തുതി. ആത്മാവ് നിറഞ്ഞവൾക്ക് നമ്മൾ കൊടുത്ത മറ്റൊരു തർജ്ജമയാണ് നന്മ നിറഞ്ഞവളെ സ്തുതി. നന്മ നിറഞ്ഞവൾ, കൃപ നിറഞ്ഞവൾ, ആത്മാവ് നിറഞ്ഞവൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾ. ആ അമ്മയ്ക്കാണ് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഭാഗ്യം സിദ്ധിച്ചത്. എനിക്കും നിങ്ങൾക്കും മറ്റൊരു അമ്മയായി മാറണമെങ്കിൽ, ഈശോയെ എങ്കിലും നിങ്ങൾ മുഴുവായി കിട്ടണമെങ്കിൽ, ഈശോ നമ്മളെ ജനിച്ചു വീഴണമെന്നുണ്ടെങ്കിൽ നമ്മളും ആത്മാവിന്റെ നിറവുള്ളവരായി തീർന്നാലേ പറ്റുകയുള്ളൂ. ദൈവാത്മാവിന്റെ നിറവുള്ളവരായിട്ട് തീരുക. അപ്പൊ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങളിൽ നിറവാവണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ, ഈശോ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണമേ. നമ്മൾ പ്രാർത്ഥിക്കണം. ആത്മാവിന്റെ നിറവിലാണ് ശിമയോൻ ദീർഘദർശി കുഞ്ഞിനെ കൈകളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞത്: ഇതാ സകല ലോകത്തിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എടുത്തു വെച്ചുകൊണ്ട് പറയുക, ആത്മാവിനാൽ നിറഞ്ഞവർ മാത്രമേ ദൈവത്തെ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം നയിക്കുന്നവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കത്തുള്ളൂ. വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതം ദൈവാത്മാവിൽ നിറഞ്ഞ ജീവിതം.